അപ്പം ഞാൻ മലയാറ്റൂർ മല കയറി മുത്തപ്പൻ്റെ മുന്നിൽ വന്നു. ഞാൻ വന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ആ കാണുന്നതാണ് കവാടം. അപ്പം ഇവിടുന്നുള്ള യാത്രയാണ് എൻ്റെ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഫസ്റ്റ് വരുവാണ് ഇവിടെ. അപ്പം നമുക്ക് ഇനിയുള്ള വീഡിയോ മുമ്പോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം. വെൽക്കം, സ്വാഗതം ചെയ്തു മലയാറ്റൂർ കുരിശുപള്ളി. ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ദൂരം ഉണ്ടെന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോൾ അറിഞ്ഞത്. കിലോമീറ്ററൊന്നും നമുക്ക് പ്രശ്നമല്ല, അതൊന്നും ഒരു പ്രശ്നമല്ല. എന്നാലും എന്താകും, എവിടെ എത്തും, എങ്ങനെ എത്തും, എത്തിച്ചേരുമോ എന്നതൊക്കെയാണ് നമുക്ക് ഈ കണ്ടറിയേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ മുമ്പോട്ട് പോകാം. മലകയറ്റം പ്രാരംഭ പ്രാർത്ഥന കപ്പേള. അപ്പം ഇവിടെ നമുക്ക് പോവാം. അവിടെ പോയിട്ട് ഇവിടെ നമുക്ക് മല കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. നമുക്ക് അവിടെ പോവാം. മലയാറ്റൂർ മല കയറുന്നതിന് മുമ്പായിട്ട് മലയടിവാരത്ത് സൈഡിലായിട്ട് സെൻറ്റ് തോമസിൻ്റെ ഒരു വലിയൊരു രൂപമുള്ള ഒരു കുരിശടി കാണാൻ പറ്റും. ഇവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് മല കയറി തുടങ്ങുന്നത്. നമ്മൾ മലയാറ്റൂർ കയറുന്നതിന് മുമ്പായിട്ട് ആദ്യമത്തെ പ്രാർത്ഥനാ കേന്ദ്രമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് മല കയറേണ്ടത്. ഇവിടുന്ന് കാണാം നമുക്ക്. അപ്പം നമുക്ക് കയറി തുടങ്ങാം. പൊന്നിൻ കുരിശ് മുത്തപ്പൂ പൊന്മല കയറ്റം. അപ്പം നമ്മൾ കുരിശുമല കയറി തുടങ്ങുവാണ്. ഇതുവരെയും എനിക്ക് വലിയ മടുപ്പ് തോന്നിയില്ല. ഞാൻ ഇല്ലിക്കല്ലും രാമക്കൽമേടും കയറി ഇറങ്ങിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നോർമലി മടുപ്പായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇന്നിപ്പം ഈസ്റ്ററാണ്. വലിയ ആളോ തിരക്കോ ഇപ്പം നമ്മളീ പോകുന്ന വഴികളിലില്ല. ആളുണ്ട്, ഇല്ലെന്നല്ല. ചിലപ്പോൾ മേളിൽ ചെല്ലുമ്പോഴായിരിക്കും അതിന് വലിയ ആള്. ഇതുവരെ വലിയ സീനില്ല. അപ്പം മുന്നോട്ട് തന്നെ. ഇതൊരു അത്യാവശ്യം കയറ്റമുണ്ട്. നമുക്ക് ഈ കയറ്റം കയറി കഴിയുമ്പോൾ എങ്ങനെയാണെന്നറിയാം. മല കയറി ഏകദേശം ഒരു 600-700 മീറ്റർ എത്തുമ്പോൾ നമുക്ക് കുരിശിൻ്റെ വഴിയുടെ 1-ാം സ്ഥലം എത്തും. അതാണ് ഇത്. ഇവിടെ നമുക്ക് കുരിശിൻ്റെ വഴിയെ നമുക്ക് പ്രാർത്ഥനകളുണ്ട്. അത് ഓരോ സ്ഥലത്തും പ്രാർത്ഥിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പം ഞാൻ ഓരോ കാര്യങ്ങളും ചോദിച്ചിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. മൊത്തത്തിൽ 14 സ്ഥലങ്ങളുണ്ട്. ഇതുപോലുള്ള 14 സ്ഥലത്തും നമുക്ക് കുരിശിൻ്റെ വഴിയെ പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച് വേണം നമുക്ക് മുന്നോട്ട് നടന്ന് പോകാൻ. അവിടെ തിരി കത്തിച്ച് പ്രാർത്ഥിച്ച് വേണം മുന്നോട്ട് പോകാൻ. തൊട്ടപ്പുറത്ത് 2, 3 അങ്ങനെ പല നമ്പറുകൾ കാണുന്നുണ്ട്. മൊത്തം 14 ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിഞ്ഞത്. അപ്പം നമുക്ക് ഓരോ സ്ഥലത്തും പ്രാർത്ഥിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. കുരിശിൻ്റെ വഴിയെ ചൊല്ലി പ്രാർത്ഥിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് മുന്നോട്ട് നടക്കാം. അങ്ങനെ നമ്മൾ 2-ാമത്തെ സ്ഥലത്ത് എത്തി. അതുപോലെ തന്നെ നമ്മൾ 3-ാമത്തെ സ്ഥലത്തും എത്തി. ഈ ഓരോ സ്ഥലത്തിനും ക്രിസ്തീയ ആചാരപ്രകാരം ഒരു വലിയൊരു ഹിസ്റ്ററി ഉണ്ടാവും. അങ്ങനെ നമ്മൾ 4-ാമത്തെ സ്ഥലത്തും എത്തി. ഓരോ സ്ഥലത്തും പ്രാർത്ഥിച്ച് കുറച്ച് വിശ്രമിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ 5-ാമത്തെ സ്ഥലവും എത്തി. കുരിശിൻ്റെ വഴിയെ പ്രാർത്ഥിച്ചാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ കുരിശിൻ്റെ വഴിയുടെ 6-ാമത്തെ സ്ഥലത്തും എത്തിക്കഴിഞ്ഞു. സത്യത്തിൽ നമുക്ക് 6-ാമത്തെ സ്ഥലം എത്തിയപ്പോൾ തന്നെ നമ്മൾ അടച്ചു തുടങ്ങി. ഇനിയിപ്പം മുന്നിൽ കാണുന്നത് 7-ാമത്തെ സ്ഥലമാണ്. നമുക്ക് അങ്ങോട്ട് നീങ്ങാം. അങ്ങനെ നമ്മൾ 7-ാമത്തെ സ്ഥലത്ത് എത്തി. സത്യം പറഞ്ഞാൽ മടുത്തു കേട്ടോ. നമ്മൾ കുറച്ചൊക്കെ വിശ്രമിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. മടുത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ വിശ്രമം മസ്റ്റാണ്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്ഥലത്ത് എത്തില്ല. അങ്ങനെ 8-ാമത് സ്ഥലവും എത്തിക്കഴിഞ്ഞു. മുട്ടേക്കുത്തി കയറുന്നു. നമ്മൾ നടന്നു കയറാൻ തന്നെ എന്നാ പാടാ.
കുത്തി കയറി പോവാ. ഹിന്ദിക്കാരാണേ, നടന്നു കയറാൻ തന്നെ അണച്ചു പോകുന്നു. അപ്പോൾ മുട്ടക്കുത്തി കയറി പോകുന്ന മുട്ടക്കുത്തി നടന്നു വരുക. സമ്മതിച്ചു കൊടുക്കണം. മുത്തപ്പനെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ 9ാമത് സ്ഥലത്ത് നമ്മൾ എത്തി. 10ാമത് സ്ഥലത്തും എത്തി. ഇവിടുന്ന് അങ്ങോട്ട് വന്നതിലും കുറച്ച് വലിയ കയറ്റമാണ്. അപ്പം ഇവിടെ ഒന്ന് വിശ്രമിച്ചിട്ട് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കയറിപ്പോവാം. ഇത് കുറച്ചുകൂടെ നല്ല കയറ്റമാണ്. അങ്ങനെ 11ാമത്തെ സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. 12ാമത്തെ സ്ഥലത്തും എത്തി. ഇനി 2 സ്ഥലം കൂടെ ഉള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. മുന്നോട്ട് പോകാം. 12ാമത്തെ കഴിയും. അങ്ങനെ 13ാമത്തെ സ്ഥലത്ത് വന്നു. 13ാമത്തെ സ്ഥലം കണ്ടു. 13ാമത്തെ സ്ഥലത്തും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ നടന്നു തുടങ്ങുകയാണ്. എന്താണേലും ഇവിടെ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ടേ ഉള്ളൂ. ഈ 14ാമത്തെ നമ്പർ കണ്ടപ്പോൾ ഒരു ആശ്വാസം. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാഴ്ച നമുക്ക് 5 മിനിറ്റ് വിശ്രമിച്ചിട്ടേ ഉള്ളൂ. അടുത്തു. അങ്ങനെ 5 മിനിറ്റ് വിശ്രമിച്ച് നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കാമെന്നുള്ളൊരു തീരുമാനമായി. അപ്പം ഇവിടെ എല്ലാ മരത്തിൻ്റെ ചുവട്ടിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുരിശുകൾ കൂട്ടിയിരിക്കുന്നത് കാണാം. അതായത് ഇത് ഓരോ പള്ളിയുടെയും ഓരോ കൂട്ടായ്മകളുടെയും ഓരോ നാടിൻ്റെയുമായ കുരിശുകളാണ്. അതുപോലെ ആൾക്കാർ ഈ കുരിശുമല കയറി ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് നടക്കാം. മാർത്തോമ മണ്ഡപം. മലയാറ്റൂർ മല കയറി നമ്മൾ വന്ന് ആദ്യം കാണുന്നത് മുത്തപ്പനെയാണ്. പൊന്നിൻ കുരിശ് മുത്തപ്പനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവാം. സന്നിധി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് ഉള്ളിലോട്ട് പ്രവേശനം ഇല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയൊക്കെ നടക്കുന്ന സ്ഥലമാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അറിഞ്ഞത്. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എല്ലാവരും വന്ന് വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് ആനകുത്തിയ പള്ളി എന്ന് അറിയപ്പെടുന്നത്. ഈ കാണുന്ന ഈ ചില്ലിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ഭിത്തി, പണ്ട് കാലത്ത് ഇവിടെ ആനസഞ്ചാരവും ആനകൾ വന്നും കൊണ്ടുവരുന്ന സ്ഥലമാണ്. അപ്പോൾ ആന ഈ ഭിത്തിയിലെല്ലാം കൊമ്പുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇത് ഇവർ ചില്ലിട്ട് കവർ ചെയ്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ സ്ഥലം ആനകുത്തിയ പള്ളിയായി അറിയപ്പെടുന്നത്. മാർ തോമസ് ലീഗയുടെ പാദമുദ്ര. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് തോമസ് ലീഗ വന്നപ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ നമ്മൾ കാണുന്ന പാദമുദ്രയാണ് തോമസ് ലീഗയുടെ. ഇത് ഈ കാണുന്നതാണ്. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അത്യാവശ്യം ഒരു മലയുടെ മേളിലാണ്, വലിയൊരു മലയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ തോമസ് ലീഗയുടെ പാദമുദ്ര കാണാം. ഇവിടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇതായി കാണുന്നത് സ്വർണ്ണ കൊടിമരമാണ്. ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു പൊന്നിൻ കുരിശ് കാണണം. അപ്പോൾ ഞാൻ ചെരുപ്പിടാതെ നടക്കുന്നതുകൊണ്ട് എനിക്കൊരു നല്ലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതായത് പാറപ്പുറത്തൂടെ നല്ല ചൂടുണ്ട്. അതുകൊണ്ട് എൻ്റെ കാലൊക്കെ പൊള്ളിയാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പൊന്നിൻ കുരിശിൻ്റെ അടുത്തോട്ട് ചെല്ലാം. ഈ ഒരു പൊന്നിൻ കുരിശിൽ തൊട്ട് പ്രാർത്ഥിക്കാനും അനുഗ്രഹം തേടുന്നതിനുമാണ് മലയാറ്റൂർ മല കയറി പൊന്നിൻ കുരിശ് മുത്തപ്പോ എന്ന് വിളിച്ച് ഇവിടെ എത്തുന്നത്. ഈ ഒരു കുരിശിൻ്റെ പ്രത്യേകത എന്തെന്നാൽ മാർ തോമസ് ലീഗ പാറപ്പുറത്ത് വരച്ച കുരിശിൻ്റെ അതേ സ്ഥലത്ത് തന്നെയാണ് ഈ പൊന്നിൻ കുരിശ് സ്ഥിതി ചെയ്യുന്നത്. ഈ പൊന്നിൻ കുരിശിൽ തൊട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടുന്നതിന് വേണ്ടിയാണ് മലയാറ്റൂർ മല കയറി നമ്മൾ ഇവിടെ എത്തുന്നത്. ഈ ഒരു പൊന്നിൻ കുരിശിൻ്റെ മുന്നിൽ തന്നെയാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള മലയാറ്റൂർ പള്ളി. നിശബ്ദത പാലിക്കാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് അവിടെ ഒന്നും പറയാൻ പറ്റില്ല. സൈഡ്
ഇവിടെ ഫുള്ള ആൾക്കാരാട്ടോ എനിക്കകത്തും. ഇത് നമ്മൾ ആദ്യമേ കണ്ട ആനകുത്തിയ പള്ളിയുടെ ഫ്രണ്ട് സൈഡാണ്. കാലിൽ ചെരുപ്പില്ല, അതുകൊണ്ട് നല്ല ചൂടാണ്, കാല് പൊള്ളിയാണ് നടക്കുന്നത്. അപ്പം നമുക്ക് നേരെ പള്ളിയുടെ ഉള്ളിലോട്ടൊന്ന് കയറാം. പാദരക്ഷകൾ പുറത്തിടുക. ഇനി നമുക്ക് ഇവിടെ നേരെ വെളിയിൽ ഇറങ്ങാം. അത്ഭുത കിണറുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി, അതുകൊണ്ട് അല്ലെങ്കിൽ ഇതിൽ ആഡ് ചെയ്യായിരുന്നു. ഇവിടെ എല്ലാം നമ്മൾ ആദ്യമേ കണ്ട ആ കുരിശുകൾ ഓരോ മരത്തിൻ്റെ ചുവട്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമേ കണ്ടതിനും കൂടുതൽ കുരിശുകൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഈ കൊണ്ട വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഈ കുരിശ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് അത് നേരിൽ കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത്രയും കഷ്ടപ്പാട് അനുഭവിച്ചിട്ടാണ് ഈ കുരിശ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതൊക്കെ ഓരോ നാടിൻ്റെയും ഓരോ പള്ളിയുടെയും ഓരോ കൂട്ടായ്മയുടെയും കുരിശുകളാണ്. ആ കാണുന്ന കുരിശും ഈ കാണുന്ന കുരിശും ഏറ്റവും വലിയ കുരിശായിട്ട് ഞാനിവിടെ കണ്ടത്. അപ്പം നമുക്ക് ഒന്നുകൂടെ മുത്തപ്പൻ്റെ അടുത്തോട്ട് ചെല്ലാം. അപ്പോൾ കാഴ്ചകളെല്ലാം കണ്ടു. നമുക്കൊരു ഉപ്പ് സോഡ കുടിക്കാം. ഉപ്പ് സോഡ കുടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ പറയാം. ചേട്ടാ ഒരു ഉപ്പ് സോഡ. അയ്യോ എന്തൊരു സുഖം. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങുവാണ്. നമ്മൾ ഫുള്ള് കവർ ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു ഇന്നിവിടെ വന്നു. പക്ഷെങ്കിൽ ദുഃഖവെള്ളിക്കാണ് വരേണ്ടത് അതോ അതിന് മുമ്പ് വരേണ്ടതാണോ അതോ ഈസ്റ്ററിനാണോ വരേണ്ടത് എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെങ്കിൽ ഞാൻ ഈസ്റ്ററിന് വന്നു. അപ്പോൾ ഇനി വലിച്ചു കിട്ടുന്നില്ല. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ഞാൻ വൈൻഡപ്പ് പറഞ്ഞാ, പക്ഷേങ്കിൽ അവർ കയറിപ്പോകുന്ന കണ്ടപ്പോൾ അവരുടെ വീഡിയോ എടുക്കണ്ടേ. നടന്നു തന്നെ നമ്മൾ മേടിച്ച് തന്നു. നമ്മളൊരു വരി ഇതായി. അവർ മുട്ടക്കുത്തി അവിടെ ചെല്ലുമ്പോൾ അവരെ സമ്മതിക്കണം. അപ്പം